Hello guys, welcome to our channel EB Fun World. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഒരു സൺഡേ മിനി വ്ലോഗാണ്. ഇന്ന് കാര്യമായിട്ട് കുക്കിംഗ് ഒന്നുമില്ല. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക, ക്ലീൻ ചെയ്യുക, കല്യാണത്തിന് പോവുക, വൈകുന്നേരം വന്നിട്ട് പിന്നെ രാത്രിയൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് കരുതി. മോൻ നല്ല ഉറക്കമാണ്, സ്കൂളില്ലല്ലോ, അപ്പോൾ പിന്നെ ഞാനും ഉണർത്തിയില്ല. ഞാൻ നേരെ കിച്ചണിലേക്ക് പോവാണ്. സാധാരണ എല്ലാ ദിവസവും സ്കൂളുള്ളതുകൊണ്ട് തന്നെ തിരക്ക് പിടിച്ചിട്ടായിരിക്കും രാവിലെ ഉണ്ടാവുക. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി ചെടികളുടെ ഇടയിലൊക്കെ ഒന്ന് നടന്നതിന് ശേഷമാണ് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നത്. ഫസ്റ്റ് തന്നെ ഞാനൊരു മോർണിംഗ് ഡ്രിങ്കാണ് എടുക്കുന്നത്. ഇത് വല്ലപ്പോഴുമാണ് ചെയ്യുക, സ്ഥിരമായിട്ടുള്ളതൊന്നുമല്ല, ഓരോ തോന്നൽ വരുന്ന സമയത്ത് കുടിക്കുന്നതാണ്. അപ്പോൾ തലേന്ന് രാത്രി കുതിർക്കാൻ വെച്ച ചിയാ സീഡിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതാണ് കുടിക്കുന്നത്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പത്തിരിയും ഗ്രീൻ പീസ് കറിയും ഉണ്ടാക്കാമെന്ന് കരുതി. കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള ഗ്രീൻ പീസ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു സവാളയും 2 തക്കാളിയും കുറച്ച് വെളുത്തുള്ളിയും ഒരു ചെറിയ കാന്താരി മുളകുമാണ് ഞാൻ ഇടുന്നത്. ഇവിടെ മക്കൾക്ക് എരിവ് തീരെ ഇഷ്ടമല്ല, അതുകൊണ്ടാണ് മുളക് അത്രയും കുറവെടുത്ത് നിങ്ങൾ ആവശ്യത്തിന് എടുക്കാം. മുളക് മാത്രം എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഉള്ളിയും തക്കാളിയൊന്നും എണ്ണം കൂട്ടണ്ട, ഇതുപോലെ തന്നെ മതി. അപ്പോൾ അതൊക്കെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി കുക്കർ ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. നേരത്തെ ഞാൻ ഗ്രീൻ പീസ് ഇതിലിട്ടിരുന്ന് അത് മാറ്റിയിട്ടോ, ഓർമ്മയില്ലാതെ ഇട്ടതാണ്. അപ്പോൾ നന്നായിട്ട് ചൂടായി വരുമ്പം അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് ഒരല്പം ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അളവൊന്നുമില്ല, ഒരു കൈയളവാണ്. നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും. ഉലുവ നല്ലൊരു ഫ്ലേവറാണ് നമ്മൾ ആദ്യം തന്നെ വെളിച്ചെണ്ണയിൽ ചേർത്ത് കൊടുക്കുമ്പോൾ. അപ്പോൾ അതിൻ്റെ മൂത്ത് വരുമ്പോൾ അതിലേക്ക് നേരത്തെ അരിഞ്ഞെടുത്തിട്ടുള്ള സവാള ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിന് വഴന്ന് വരുന്ന സമയത്ത് തക്കാളിയും ചേർത്ത് വെളുത്തുള്ളിയും ചേർത്തിട്ട് ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. സവാളയും തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഒരുപാട് മസാലകളൊന്നുമില്ല. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ ഗരം മസാലയും ഉപ്പും ഒരല്പം മുളക് പൊടിയും മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു കറിക്ക് ഇത്രയും മസാല മതി കേട്ടോ. ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ്. മസാല ഒരുപാട് ഉണ്ടായിക്കഴിഞ്ഞാൽ കറിക്ക് ടേസ്റ്റ് മാറും. അപ്പോൾ നമ്മൾ മസാല ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഗ്രീൻ പീസ് ഇതിലേക്ക് ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളവും കറിവേപ്പിലയും ഉപ്പ് നോക്കിയിട്ട് ഉപ്പും ചേർത്തിട്ട് കുക്കർ ഇവിടെ അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 20 മിനിറ്റ്, അതല്ലെങ്കിൽ ഒരു 4-5 വിസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളമൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. നമുക്കവിടെ പുറത്ത് പണി നടക്കുന്നുണ്ട്, അവർക്ക് വേണ്ടിയിട്ടുള്ള വെള്ളമാണ്. അപ്പോൾ മോനൊക്കെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. ഇന്ന് ലീവായതുകൊണ്ട് തന്നെ ആൾ നല്ല ഹാപ്പിയിലാണ്. ലീവുള്ള ദിവസങ്ങളിൽ ആൾ കൊണ്ടെടുക്കുന്ന ഒരു ബാഗാണിത്. ഇതിന് നിറയെ അവൻ്റെ ടോയ്സ് ആയിരിക്കും. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ പത്തിരിക്ക് വേണ്ടിയിട്ട് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. ഞങ്ങളിവിടെ കുറച്ച് ആളുകളായതുകൊണ്ട് തന്നെ കുറച്ച് പൊടി മതി. അപ്പം പത്തിരിക്ക് വേണ്ടിയിട്ട് വാട്ടിയെടുക്കുകയാണ്.
അങ്ങനെ പത്തിരിയൊക്കെ കുഴച്ച് ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് പരത്തിയെടുക്കണം. ഞാൻ പ്രസ്സിലാണ് ചെയ്യുന്നത്. ആദ്യമൊക്കെ കോലെടുത്തിട്ടായിരുന്നു പരത്തിയിരുന്നത്. ഇപ്പോൾ പിന്നെ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ, അപ്പോൾ പിന്നെ പ്രസ്സിലാണ് ചെയ്യുക. എല്ലാ പത്തിരിയും പരത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ക്ലീൻ ആക്കി എടുക്കാം. ഒന്നാകെ പൊടിയായിരിക്കും, കാരണം കാറ്റിന് പൊടി മൊത്തത്തിൽ തല വരെ പാറിയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് എടുക്കാം. ഇനി നമുക്ക് പത്തിരി ചുട്ടെടുക്കാം. നല്ല ചൂടായ ചട്ടിയിലേക്ക് പത്തിരി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. മക്കൾക്കൊക്കെ വിശക്കുന്നുണ്ട്. വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം ലാഗാവും നമ്മളെ പരിപാടികളൊക്കെ. അതുകൊണ്ട് തന്നെ വേഗം ചുട്ടെടുക്കുന്നുണ്ട്. അതിനടുത്ത് കറി സെറ്റാകാൻ നോക്കിയപ്പം കറിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു സംഭവം ചേർക്കാനുണ്ട്. അപ്പോൾ ആ ഒരു സംഭവം ചേർക്കുന്നതിന് മുന്നേ കറി ഒന്ന് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഞാൻ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 കോഴിമുട്ടയാണ് പൊട്ടിച്ച് ചേർക്കുന്നത്. ഈ ഒരു കറി കോഴിമുട്ട ചേർക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് മസാല ആയിക്കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടല്ലോ, ഇതിൻ്റെ എക്സാക്റ്റ് ടേസ്റ്റ് വരില്ല. അതുകൊണ്ടാണ് മസാല നമ്മൾ കുറച്ച് മതിയെന്ന് പറഞ്ഞത്. അപ്പോൾ 2 കോഴിമുട്ട പൊട്ടിച്ചതിന് ശേഷം ഒന്ന് തിള വരുന്ന സമയത്ത് പയ്യെ ഇളക്കി കൊടുക്കാം. ഈ ഒരു കറി നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഈ ഒരു കറി തയ്യാറാക്കാൻ തുടങ്ങിയതിന് ശേഷം ഇത് മാത്രമേ വെക്കാറുള്ളൂ. തേങ്ങ അരച്ച കറി വെക്കുന്ന പരിപാടിയേ ഇല്ല. ഗ്രീൻ പീസ് ആണെങ്കിൽ ഇങ്ങനെയാണ് കറി വെക്കുക. ഇവിടെ എല്ലാവർക്കും ഈ ഒരു കറി ഇഷ്ടമാണ് കേട്ടോ. ഇതുപോലെ തിക്കായിട്ടാണ് കറി ഉണ്ടാവുക. വെള്ളം പോലെ ഉണ്ടാക്കാം, പക്ഷെ ഇവിടെ തിക്കായിട്ടാണ് ഇഷ്ടം. അപ്പോൾ അതാ ചായക്ക് പഞ്ചസാരയും പാൽപ്പൊടിയൊക്കെ ഇടുന്നുണ്ട്. ഇവിടെ നല്ല മധുരം വേണം കേട്ടോ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം മധുരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞങ്ങൾ എല്ലാവരും കൂടെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. ഞാനും അമ്മയും മക്കളും എല്ലാവരും കൂടെയാണ് ഇരിക്കുന്നത്. വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കുന്ന സമയത്ത് ഞാൻ മോനെ വാരി കൊടുക്കാറാണുള്ളത്. വേറൊന്നുമല്ല, അവൻ കഴിക്കുകയൊക്കെ ചെയ്യും. സ്കൂളിലുള്ള സമയത്ത് അവൻ തന്നെ കഴിക്കുക. ഇവിടെ ആകുമ്പോൾ പിന്നെ നമ്മൾ തന്നെ ക്ലീൻ ആക്കണമല്ലോ, അത് വിചാരിച്ചിട്ട് ഞാൻ കൊടുക്കുക ചെയ്യുക. അപ്പോൾ ആ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നേരത്തെ പരത്തി എടുത്തിട്ടുള്ള പത്തിരി ബാക്കി വന്നപ്പോൾ അത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്യുകയാണ്. അതിനിടയ്ക്ക് മോൻ്റെ അടുത്ത് അവിടെ ടേബിളിലുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് തരുമെന്ന് പറഞ്ഞപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആൾ. ഇനിയിപ്പോൾ കുക്ക് ചെയ്യാനൊന്നുമില്ല, വൈകുന്നേരം എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഞാനിതാ അവിടെയുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി കിച്ചണൊന്ന് ക്ലീൻ ആക്കിയിടുന്നുണ്ട്. ഇനി അകത്താണ് പണിയുള്ളത്. അപ്പം ഇവിടെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഉള്ളിലേക്ക് കയറാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ കിച്ചണൊക്കെ ക്ലീൻ ആക്കിയതിന് ശേഷം ഞാൻ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയേക്കാണ്. സാധാരണ മുറ്റടിക്കുന്ന ദിവസം അകം തുടക്കാൻ നിൽക്കാറില്ല. ഇന്ന് പിന്നെ ഫുഡ് ഉണ്ടാക്കാനൊന്നുമില്ലല്ലോ, വേറെ കാര്യമായിട്ട് പണികളൊന്നും ഇല്ലാത്തതുകൊണ്ടല്ലേ എല്ലാം ചെയ്യാമെന്ന് കരുതി. മക്കളെൻ്റെ ബാക്കിൽ തന്നെ ഉണ്ട്, സൈക്കിളും സ്കേറ്റിങ്ങും ഒക്കെ ആയിട്ട് അവരുടേതായിട്ടുള്ള തിരക്കിലാണ്. ഇനി വീടിൻ്റെ ഉള്ളിലൊന്ന് അടിച്ചു വാരി എടുക്കുന്നുണ്ട്. വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ പണി നടക്കുന്നതുകൊണ്ട് നല്ല പൊടിയാണ്. പിന്നെ ഇവരെ കച്ചറാക്കൽ വേറെയും. ഇപ്പം മാങ്ങളും പെങ്ങളും നല്ല കളിയിലാണ്, ഒരുമയിൽ അങ്ങനെ പോകുന്നുണ്ട്. എപ്പോഴാണ് അടി കൂടുക എന്ന് പറയാൻ പറ്റൂല. കുട്ടികളെ ഞാൻ കുളിക്കാൻ വേണ്ടി പറഞ്ഞയച്ചിട്ടുണ്ട്. അവർ നല്ല കളിയിലായിരുന്നു. പിന്നെ എനിക്ക് അവിടെ തുടക്കുകയും വേണം. അതുമല്ല, കല്യാണത്തിന് പോകാനും സമയം വൈകിയിട്ടുണ്ട്. അപ്പോൾ വേഗം തുടച്ചെടുക്കുകയാണ്. ഞാനെൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും മക്കൾ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ചെയ്ത് സെറ്റായി നിൽക്കുന്നുണ്ട്. സ്കൂളിൽ പോകുന്ന നേരത്താണെന്നുണ്ടെങ്കിൽ ഇവർ
1 മണിക്കൂർ എടുക്കും മാറ്റി കഴിയാൻ. ഇപ്പോൾ അതാ ചടപടയെന്നെല്ലാം ചെയ്ത് തീർത്തിട്ടുണ്ട്. ഞാനും ഫ്രഷായി ഞങ്ങൾ കല്യാണ വീട്ടിലേക്ക് പോവുകയാണ്. ഇതാണ് നമ്മളെ കല്യാണപ്പെണ്ണും പയ്യനും. കല്യാണപ്പെണ്ണിൻ്റെ ഡ്രസ്സ് ഒരു രക്ഷയില്ല, നല്ല കളറായിരുന്നു. ആ കുട്ടിക്ക് നന്നായിട്ട് മാച്ച് ആവുന്നുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഞങ്ങളൊക്കെ പറയായിരുന്നു നല്ല രസമുണ്ട് ഡ്രസ്സ് എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഫുഡൊക്കെ കഴിച്ച് അവരെ കുറച്ച് സമയമൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് തിരിച്ചിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ മോന് വീഡിയോ എടുക്കണം, ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾ പോസ് ചെയ്യാണ്. അങ്ങനെ ഞങ്ങളിത് വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ കല്യാണ വീട്ടിൽ നിന്ന് ഉപ്പ ഞങ്ങൾക്ക് സ്വീറ്റ്സ് വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്തതാണ്. ഇന്ന് വൈകുന്നേരം 1-2 സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുള്ളതുകൊണ്ട് ഒന്ന് പുറത്തിറങ്ങി. മക്കൾക്ക് മിഠായിയൊക്കെ വേണമെന്ന് പറഞ്ഞപ്പം അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഷോപ്പിൽ നിന്ന് തിരിച്ചെത്തിയതിന് ശേഷം ചായയൊക്കെ കുടിച്ചിട്ട് മക്കളിതാ കളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, ഒരുപാട് ലെങ്തായി പോവും. അങ്ങനെ അവർ കളിക്കുന്നുണ്ട്. നന്നായി കഴിഞ്ഞാൽ 2 പേരും നല്ല രസമാണ്. അവർ തന്നെ മതി, പിന്നെ നമ്മളൊന്നും വേണ്ട. തെറ്റിക്കഴിഞ്ഞാൽ രണ്ട് വശത്തായിരിക്കും ഉണ്ടാവുക. അതുപോലെ ഇന്ന് നല്ല മൂഡിലാണ്. അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ, വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോസിൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്.